ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സപ്പോസ് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളാണ്. സപ്പോസ് എന്ന് പറഞ്ഞാൽ കരുതുക, ഒരു പക്ഷേ, എങ്കിൽ എന്നുള്ള അർത്ഥം വരും. അപ്പോൾ നമുക്കിന്ന് സപ്പോസ് ഉപയോഗിച്ച് കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം. ഞാനിന്ന് പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് സപ്പോസ് ഉപയോഗിച്ച് കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം. സപ്പോസ് ഇറ്റ് റെയിൻസ് ടുമാറോ വാട്ട് വിൽ വി ഡു? നാളെ മഴ പെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? സപ്പോസ് നമ്മൾ കരുതുകയാണ്, നാളെ മഴ പെയ്താൽ നമ്മൾ എന്താ ചെയ്യുക, അങ്ങനെ പറയില്ലേ. അപ്പോൾ സപ്പോസ് ഇറ്റ് റെയിൻസ് ടുമാറോ വാട്ട് വിൽ വി ഡു? നാളെ മഴ പെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? ലോട്ടറി അടിച്ചാൽ ആ പണം എങ്ങനെ ചെലവഴിക്കും എങ്ങനെ പറയാം? സപ്പോസ് യു വിൻ ദ ലോട്ടറി, ഹൗ വിൽ യു സ്പെൻഡ് ദ മണി? നിനക്ക് ലോട്ടറി അടിച്ചാൽ ആ പണം നീ എങ്ങനെ ചെലവാക്കും? സപ്പോസ് യു വിൻ ദ ലോട്ടറി, ഹൗ വിൽ യു സ്പെൻഡ് ദ മണി? നിനക്ക് ലോട്ടറി അടിച്ചാൽ ആ പൈസ നീ എങ്ങനെ ചിലവാക്കും? അവ പറഞ്ഞാൽ എങ്ങനെ എന്നുള്ള അർത്ഥമാണ്. സപ്പോസ് കരുതുകയാണ് കേട്ടോ, നമ്മളിങ്ങനെ വിചാരിക്കുകയാണ്, നിനക്ക് ലോട്ടറി അടിച്ചാൽ യു വിൻ ദ ലോട്ടറി, ഹൗ വിൽ യു സ്പെൻഡ് ദ മണി? നീ ആ പൈസ എങ്ങനെ ചിലവാക്കും? ഹി ഡസ് നോട്ട് കം, ഹു വിൽ ലീഡ് ദ മീറ്റിംഗ്? അവൻ വരാതിരുന്നാൽ യോഗത്തിന് നേതൃത്വം ആര് നയിക്കും? ലീഡ് എന്ന് പറഞ്ഞാൽ നയിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സപ്പോസ് ഹി ഡസ് നോട്ട് കം, അവൻ വരാതിരുന്നാൽ, ഹു വിൽ ലീഡ് ദ മീറ്റിംഗ്? അവൻ വരാതിരുന്നാൽ യോഗത്തിന് ആര് നേതൃത്വം നയിക്കും? ഹി ഡസ് നോട്ട് കം, സപ്പോസ് ഹി ഡസ് നോട്ട് കം, അവൻ വരാതിരുന്നാൽ, ഹു വിൽ ലീഡ് ദ മീറ്റിംഗ്? യോഗത്തിന് നേതൃത്വം ആര് നയിക്കും? ഐ സേ നോ, വാട്ട് വിൽ ഹാപ്പൻ ദെൻ? ഞാനില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? സപ്പോസ് ഐ സേ നോ, ഞാനില്ല എന്ന് പറഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ദെൻ? എന്ത് സംഭവിക്കും? ഹാപ്പൻ എന്ന് പറഞ്ഞാൽ സംഭവിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സപ്പോസ് വി ലീവ് നൗ, വി ക്യാൻ റീച്ച് ഓൺ ടൈം. നമ്മളിപ്പോൾ പുറപ്പെട്ടാൽ സമയത്തിന് എത്താം. സപ്പോസ് വി ലീവ് നൗ, നമ്മൾ ഇപ്പോൾ പുറപ്പെട്ടാൽ, വി ക്യാൻ റീച്ച് ഓൺ ടൈം, നമ്മൾ സമയത്തിന് എത്താം. ഓൺ ടൈം എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത്, ഓൺ ടൈം കൃത്യസമയത്ത്. നോ റോസ് വുഡ് എവർ ഗ്രോ എഗെയിൻ, ഇനി ഒരിക്കലും ഒരു റോസാപ്പൂവും വിരിയില്ലെന്ന് കരുതുക. സപ്പോസ് നോ റോസ് വുഡ് എവർ ഗ്രോ എഗെയിൻ, ഇനി ഒരിക്കലും ഒരു റോസാപ്പൂവും വിരിയില്ലെന്ന് കരുതുക. നീ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ കരുതുന്നു എന്നിങ്ങനെ പറയാം. ഐ സപ്പോസ് യു സേ റൈറ്റ്, നീ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ കരുതുന്നു. ഐ സപ്പോസ്, ഞാൻ കരുതുന്നു. യു ആർ റൈറ്റ്, നീ പറഞ്ഞത് ശരിയാണെന്ന്. നാളെ മഴ പെയ്താൽ, നമ്മളിങ്ങനെ പറയില്ലേ, നാളെ മഴ പെയ്താലോ? അപ്പോൾ എങ്ങനെ പറയാം? സപ്പോസ് ഇറ്റ് റെയിൻസ് ടുമാറോ, നാളെ മഴ പെയ്താൽ. സപ്പോസ് ഇറ്റ് റെയിൻസ് ടുമാറോ, നാളെ മഴ പെയ്താൽ. വി ഗോ ഫോർ എ വാക്ക്, നമുക്കൊരു നടത്തത്തിന് പോയാലോ? സപ്പോസ് വി ഗോ ഫോർ എ വാക്ക്, നമുക്കൊരു നടത്തത്തിന് പോയാലോ? യു സപ്പോസ് ഹാപ്പൻ, നിനക്ക് എന്താണ് സംഭവിച്ചതെന്ന് തോന്നുന്നു? വാട്ട് ഡു യു സപ്പോസ് ഹാപ്പൻ, നിനക്ക് എന്താണ് സംഭവിച്ചതെന്ന് തോന്നുന്നു? നീ വരില്ലെന്ന് ഞാൻ കരുതുന്നു. ഐ സപ്പോസ് യു വുഡിൻ കം, നീ വരില്ലെന്ന് ഞാൻ കരുതുന്നു. ഐ സപ്പോസ്ഡ് യു വുഡിൻ കം, നീ വരില്ലെന്ന് ഞാൻ കരുതുന്നു.
ബിക്ക് ബ എന്നുള്ള ഉച്ചാരണം വരും. ബി എ ബ, ബി ഇ ബി, ബി ഐ ബി, ബി ഒ ബോ. ബി എ എൽ എൽ ബാൾ പന്ത്. ബി ഒ വൈ ബോയ്. ബി ഇ എൽ എൽ ബെൽ. ബി ഐ എൽ എൽ ബിൽ. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി എപ്പിസോഡ് കാണുക, അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.